നമസ്കാരം. നമ്മള് ചില വാക്കുകൾ നമ്മുടെ നാട്ടില് സുലഭമായി കേൾക്കുന്ന ചില വാക്കുകൾ, അതില് ഒരു വാക്ക് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അമ്പലം വിഴുങ്ങികൾ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഈ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് അതെന്താണ് എന്നുള്ള ചിന്ത പലരുടെയും മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടാവും. എന്നാൽ ഇന്ന് ആ ചിന്ത കടന്നു വന്നതല്ല, അത് യാഥാർത്ഥ്യമാകുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നമ്മളെ സംബന്ധിച്ച്, ഒരു ഭക്തനെ സംബന്ധിച്ച് എല്ലാമായിട്ടുള്ള തത്വമസിയാണ് അവിടെ വിളങ്ങുന്നത്. അത് നീയാകുന്നു, അത് ഞാനുമാകുന്നു. അപ്പോൾ അയ്യപ്പനും വരുന്ന ഭക്തനും ഒന്നാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് വെച്ചു പുലർത്തിക്കൊണ്ട് വളരെയധികം അയ്യപ്പ ഭക്തന്മാര് കല്ലും മുള്ളും ചവിട്ടി അയ്യപ്പ എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി, നമുക്കറിയാം, മുദ്ര ധരിച്ച് നുയമ്പ് നോറ്റ് നഗ്നപാതരായി ഇരുമുടി കെട്ടുമേന്തി ശബരിമലയിലേക്ക് എത്തുമ്പോൾ ഒരു വർഷം അവർ സമ്പാദിച്ചിരിക്കുന്ന ആ ധനത്തിന്റെ ഓരോ അംശം കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് സന്നിധാനത്ത് ഭഗവാന്റെ 18 മലകൾക്കുള്ളിൽ പൂങ്കാവനത്തിലൂടെ വന്ന് സന്നിധാനത്തെത്തി അവിടെ നെയ്യഭിഷേകം നടത്തി ധനമന സമർപ്പിച്ചു പോരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വാക്കുകൾ വീണ്ടും അനർത്ഥമാവുകയാണ്. അമ്പലം വിഴുങ്ങികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സങ്കട വാർത്തയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ വേദന ഉണ്ടാക്കുന്ന വലിയൊരു സംഭവമായിട്ട് മാറിയിട്ടുള്ളത്. ഓരോ ദിവസം കഴിയുമ്പോഴും ആ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം പുതിയ പുതിയ വാർത്തകൾ വരുന്ന അവസരത്തിൽ ഇതൊന്നും സത്യമാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്താണ് അതെല്ലാം സത്യമാണ് എന്ന് ഉപകാര സ്മരണയായിട്ട് പലതും സ്വീകരിക്കുന്ന കഥകളുമായിട്ടാണ് പല സംഭവങ്ങളും കടന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതില് ഭഗവാന് ജീവൻ നൽകുന്ന ആള് പിതൃസ്ഥാനീയനാണെന്നും അതൊരു താന്ത്രിക വിധിപ്രകാരമാണ്, തന്ത്രിയാണ് അതിന്റെ പിന്നിലെന്നും, എന്നാൽ അതല്ല, അത് നിർമ്മിക്കുന്നവരാണ് അതിന്റെ പിതൃസ്ഥാനീയരെന്നും, അങ്ങനെ കലാകാരന്മാരായിട്ടുള്ള തച്ചരായാലും കല്ലുകൊത്തുന്ന ഒരു വിഭാഗമായാലും അവര് ഒരു വിഗ്രഹത്തിന് രൂപം നൽകുമ്പോൾ അത് ഞങ്ങളാകുന്നു അതിന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അതല്ല, അതിന് താന്ത്രിക വിധി പ്രകാരം മന്ത്രോച്ചാരണത്തോടുകൂടി നമുക്കറിയാം അതിന് ജീവൻ നൽകുന്നവരെ അവരുടെ അച്ഛന്റെ സ്ഥാനത്തായി പിതൃസ്ഥാനീയരായി കണ്ടുകൊണ്ട് അവരെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷ വിഭാഗത്തിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ ചോദ്യം വീണ്ടും, ആ ചോദ്യചിഹ്നമായിട്ട് വീണ്ടും മുന്നിലേക്ക് വരുന്നു. ആരാണ് ശരിക്കും വിഗ്രഹങ്ങളുടെ നിർമ്മാതാവാണോ അല്ലെങ്കിൽ ജീവൻ നൽകുന്നവരാണോ പിതൃസ്ഥാനീയരാകേണ്ടത്? ഇതൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്, അല്ലെങ്കിൽ കണ്ട ഓരോ നിമിഷങ്ങളും, നമ്മൾ കേട്ട ഓരോ അവസരങ്ങളും, നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഓരോ പിക്ചറുകളും ആ രീതിയിലേക്ക് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കുവാനും അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനും ഒക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. താന്ത്രിക വിധി പ്രകാരം തന്ത്രിയായി മാറുന്ന ഒരു തന്ത്രി ശബരിമലയുടെ പേരിൽ പോയി മറ്റു സ്ഥലത്ത് പോയി ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ആ സാധനങ്ങൾക്ക് വരെ താന്ത്രിക വിധിപ്രകാരം പൂജ നൽകി ജീവൻ നൽകുകയോ അല്ലെങ്കിൽ പൂജ നൽകി ശക്തി നൽകുകയോ ചെയ്യുന്ന ഈ പ്രവണത ഇത് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ, മനസ്സിന് സുഖകരമായ രീതിയിൽ ഇനി ഒരു ദർശനം നടത്തുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം.
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, എല്ലാ വർഷവും ശബരിമല മേൽശാന്തിമാർ മാറാറുണ്ട്. അതേ രീതിയിൽ തന്നെ താന്ത്രിക വിധിപ്രകാരം തന്ത്രിമാരായിട്ട് വരുന്ന ഒരു വിഭാഗത്തെ, ഒരു കുടുംബത്തെ അവിടെയൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അത് നമ്മൾ നിശ്ചയിച്ച് വെക്കുമ്പോൾ അതിനും ചില മാറ്റങ്ങൾ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിലെ കാര്യങ്ങൾ ഇന്ന് അതാണ് നമുക്ക് സൂചിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, താന്ത്രിക വിദ്യയുമായി നിൽക്കുന്ന ഒരു തന്ത്രിമാരും മറ്റൊരു പൂജയ്ക്കും ഒരു സ്ഥലത്തും പോവാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് 126 ദിവസം മാത്രം പൂജിക്കുന്ന മേൽശാന്തിമാര്, മുൻ മേൽശാന്തി എന്നുള്ള നിലയ്ക്ക് നാടിന്റെ നാനാ ഭാഗങ്ങളിലും പോയിക്കൊണ്ട് പണം ഉണ്ടാക്കുന്ന, ധനം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് അതിന്റെ തന്ത്രി എന്നും അല്ലെങ്കിൽ മേൽശാന്തി എന്നുമുള്ള പവിത്രത നഷ്ടപ്പെടുത്തുന്ന ഓരോ രംഗങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. കാരണം ഭഗവാന്റെ സ്വത്തുക്കളായിട്ടുള്ള ഭഗവാന്റെ ശ്രീകോവിലിന്റെ അതിന്റെ ചുറ്റുമിരിക്കുന്ന പാളികൾ പോലും അയ്യപ്പന്റെ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ ആ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടത്തിക്കൊണ്ടുപോയി കോടീശ്വരന്മാരെ അവർക്ക് അവരുടെ പൂജാമുറിയിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും അവിടെ പോയി താന്ത്രിക വിധിപ്രകാരം തന്ത്രി ഉൾപ്പെടെ ചെന്ന് പൂജ നടത്തുകയും ചെയ്യുന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസവും വെല്ലാരി രാജയുടെ അല്ലെങ്കിൽ വെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടം തട്ടിക്കൊണ്ടുപോയ അവരുടെ സ്വർണം വാങ്ങി പൂജാമുറിയിൽ വെച്ച ഒരാളിന്റെ വീട്ടിൽ ഒരു തന്ത്രി പോയി പൂജ ചെയ്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അത് സത്യമാകരുതേ എന്ന് ആഗ്രഹിച്ച ഭക്തന്മാർക്കാണ് അത് സത്യമാണ് എന്ന് തന്ത്രി തന്നെ തെളിയിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് അങ്ങേയറ്റത്തെ ശരിക്കും പറഞ്ഞാൽ മാനുഷികമായും അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഉള്ളിൽ കരുതിയിരുന്ന അയ്യപ്പ ഭഗവാന് അല്ലെങ്കിൽ അയ്യപ്പനെ എല്ലാം ധനവന സമർപ്പിക്കുന്ന, അതിനെ എല്ലാ രീതിയിലും മനസ്സോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ഭക്തരെ സംബന്ധിച്ച് വളരെയധികം വേദനയാണ് ആ കാര്യത്തിൽ ഉണ്ടാക്കിയത്. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇവിടെ പൂജിക്കുന്ന ഒരാളെ പോലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പൂജ ചെയ്യുന്നതിന് അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ന് അത് തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഇവരെല്ലാം കണ്ടിട്ടുള്ളത് അതേ രീതിയിലുള്ള ദൈവജ്ഞന്മാരായിട്ട്, അത് നമ്മുടെ എല്ലാവരുടെയും ദീർഘദൃഷ്ടിയുള്ള കാഴ്ചപ്പാടുള്ള നമുക്ക് വഴികാട്ടികൾ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ള ഓരോ ആളുകളെ സംബന്ധിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കുമ്പോൾ ഇത് വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഓരോ കഥകളാണ് പുറത്തേക്ക് വരുന്നത്. കോടിക്കണക്കിന് രൂപ ഒരു വർഷം സമ്പാദിക്കുന്ന മേൽശാന്തി പോലെയുള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ ഒരു കവർ അപ്പമെങ്കിലും വാങ്ങിക്കൊണ്ട് കാട്ടിൽ കിടക്കുന്ന ആദിവാസികൾക്ക് പോലും കൊടുക്കുവാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം മനസ്സ് ദ്രവിച്ച, മുരടിച്ച ആ ഒരു മാനുഷിക സ്നേഹം എന്നുള്ള ഒരു സാധനം മനസ്സിനെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ദൈവജ്ഞന്മാരെയാണ് ഈ പറയുന്ന അയ്യപ്പ ഭക്തന്മാർ ഇന്നലെ വരെ പൂജിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതിനൊക്കെ മാറ്റം വരണം എന്ന് മറ്റൊരാൾ പറയുമ്പോൾ അത് വരണം എന്ന് തന്നെയാണ് ഇന്ന് ഭക്തജനങ്ങളും ചിന്തിക്കുന്നത്. താന്ത്രിക വിധി എന്ന് പറയുമ്പോൾ അതിന് മാറ്റം വരുത്തുവാൻ ദേവസ്വം ബോർഡ് ആയാലും ഹൈന്ദവ സംഘടനകളായാലും അതിന് വേണ്ട കാര്യങ്ങൾ, എന്തിനാണ് ഇവർക്ക് കോടികൾ ഉണ്ടാക്കി, ഇവർക്ക് ആർക്ക് നൽകാനാണ് എന്നുള്ള, ഒരു കുടുംബത്തിൽ 5 പേരെ അല്ലെങ്കിൽ 10 പേരെ ഉള്ളെങ്കിൽ അവർക്ക് ജീവിക്കാൻ മാത്രമുള്ളത് കൊടുത്ത് അല്ലെ അതിനു വേണ്ടിയുള്ള സന്ദർഭം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ ഗവൺമെന്റ് ആയാലും ദേവസ്വം ബോർഡ് ആയാലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായാലും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ അവസരത്തിൽ ഭക്തർക്കുള്ളത്. കാരണം ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് എത്ര പണമാണ് പാവപ്പെട്ടവന്റെ, അത്താഴപ്പട്ടണിക്കാരന്റെ ഒരു നേരത്തെ ആഹാരമില്ലാതെ മുണ്ടുമുറുക്കി ഉടുക്കുന്നവനും നാളെയുടെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾക്ക് സമർപ്പിക്കുന്ന ആ ധനം, അത് ഇവരെന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഇവരിത് കൂട്ടിവെച്ചുകൊണ്ട് ഈ കള്ളക്കമ്മട്ടം നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുന്നത് എന്നുള്ളത് അത് വളരെ ചിന്തനീയമായ ഒരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ അടിയന്തരമായ രീതിയിൽ ദേവസ്വം ബോർഡ് ആയാലും മറ്റുള്ള ആളുകളായാലും ഭക്തജനങ്ങളായാലും ഇതിനെ പുനർചിന്തനം നടത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളെയൊക്കെ ഉദ്ബോധിപ്പിക്കാനുള്ളത്. ഇത് വളരെ ചിന്തിക്കണം, ആ ചിന്തിക്കുന്ന രീതിയിൽ ഇത് ചർച്ച നടത്തണം, അതേ രീതിയിൽ തന്നെ ഇതിനെ പ്രതികരിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടി തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.